കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ബബിൾ വാഫിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറഞ്ഞ ചേരുവകളെ ഇതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണേ, എന്നാൽ മാത്രമേ വാഫിൾസൊക്കെ നന്നാവും. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 2 മുട്ട വേണം. മുട്ട പൊട്ടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവാൻ ശ്രദ്ധിക്കണേ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ ആ ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഓയിലാണ്. ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഒരുപാടങ്ങ് തിന്നാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ലേ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വാഫിൾ മേക്കർ വേണം. ബബിൾ വാഫിൾ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇവിടെ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്, ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഓയിലോ ബട്ടറോ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യുക. എന്നിട്ട് 1 സ്പൂൺ നിറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് സ്പ്രെഡ് ചെയ്യരുത്, കാരണം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ മിഡിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ പുറത്തേക്ക് കുറേശ്ശെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു 2 സെക്കൻഡിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇതാ ഈ ഭാഗം നല്ല കളറായിട്ടുണ്ട്. അടുത്ത സൈഡും നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ബബിൾ വാഫിൾസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ വാഫിൾ മേക്കർ ഒന്ന് വാങ്ങിച്ചൊക്കെ അതൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ജാം അതുപോലെ ഐസ്ക്രീമൊക്കെ വെച്ച് ക്രീം വെച്ചിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.